ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സങ്കടകരമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കേൾക്കുമ്പം ചിലർക്ക് സങ്കടമായിട്ട് തോന്നും, ചിലർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കാം. ഭയങ്കര മഴ കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. നല്ല മഴയുണ്ട്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞ റൂമിനകത്ത് പേടിച്ചാണ് ഇരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ സാധാരണയൊക്കെ എപ്പോഴും ഞാൻ ഇവളെ കൊണ്ടുപോയി അപ്പുറത്താക്കും, കുഞ്ഞിനെയും ഇവളെ ഞാൻ അപ്പുറത്താക്കും. ഞാൻ മാത്രമായിരിക്കും മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മുടെ ഡോറ ഇവിടെ കിടത്തിയിരിക്കുന്നത്. മഴ വരുമ്പോൾ ഞങ്ങൾ നല്ല ഭയന്നായിരിക്കുന്നത്. കാരണം ഈ ഈ ബാക്കിലുള്ള ഭിത്തിക്കകത്ത് വെള്ളം വീഴുന്നുണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ചെറിയൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നേരത്തെ എല്ലാം ഇടിഞ്ഞു വീണല്ലോ, ഇതുപോലെ വെള്ളമൊക്കെ വീണിട്ടായിരുന്നു ഇടിഞ്ഞു വീണത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പേടി ഞങ്ങൾക്കുണ്ട്. അപ്പോ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഡോറയ്ക്ക് ഒരു മൂന്നാലല്ല ഒരാഴ്ചയായിട്ട് ഡോറയ്ക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ബോഡി പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലേക്ക് ഡോറ നടക്കത്തോളായിരുന്നു. ഞാനിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഡോറ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് ഡോറ തീരെ നടക്കാത്ത ഒരു അവസ്ഥയാണ്. തീരെ നടക്കാത്തതെന്ന് വെച്ചാല് എനിക്ക് താഴേക്ക് കാല് അനക്കാനോ കാല് നിവർത്താനോ ഒന്നും സാധിക്കില്ല. നമ്മള് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാല് എന്താ പറയുന്നത്, തീരെ നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലോട്ട് ഡോറ പോവുകയാണ്. ഇപ്പം ഡോറ കിടക്കാണ്, ദിവസവും കിടപ്പാണ്. കുഞ്ഞിന് പാല് കൊടുക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്കിപ്പോ എഴുന്നേൽപ്പിക്കാൻ പോലും പറ്റത്തില്ല. ഈ കസേരയിലാണ് ഡോറ ഇരിക്കുന്നത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പാല് കൊടുക്കാൻ ഉപയോഗിക്കുന്ന തലയണയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് കുഞ്ഞിനെയും കൈ കൊടുക്കും. അങ്ങനെയാണ് പാല് കൊടുക്കുന്നത് കുഞ്ഞിനിപ്പം. ഇപ്പൊ എനിക്ക് പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയി ഡോറ. നമ്മൾ ഈ സിറ്റുവേഷനിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഡോറ ഞാൻ പലപ്പോഴും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോറ അനുഭവിക്കുന്ന വേദന കാണുമ്പോഴത്തേക്ക് എനിക്ക് പോലും അത് താങ്ങാൻ പറ്റില്ല. എനിക്കെന്നല്ല, ഈ ആമവാദം ഉള്ളവരുടെ പെയിനൊക്കെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഹെവി ആയിരിക്കും. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പെയിൻ ആയിരിക്കും എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലാണ് ഇപ്പൊ ഡോറ എത്തി നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്തൊക്കെ അവിടുത്തെ സിസ്റ്റർമാരും ഒക്കെ ചേർന്നാണ്, ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ ചേർന്നാണ് പിടിച്ച് അകത്തുകൊണ്ട് കിടത്തുകയൊക്കെ ചെയ്യുന്നത്. കാരണം നടക്കാൻ പറ്റുകയോ എനിക്ക് എടുക്കാൻ പോലും പറ്റില്ല. രണ്ട് കൈയുടെയും ഷോൾഡറിന് പെയിനാണ്. ഈ കൈ ആണെങ്കിൽ പൊങ്ങത്തില്ല മേളോട്ട്. വലത്തെ കൈ ആണെങ്കിൽ മേളോട്ട് പൊങ്ങില്ല. ചോറ് വാരി കഴിക്കാൻ പറ്റത്തില്ല. ചോറ് കഴിക്കുമ്പം ഇത്രയും വരെ കൈ വരത്തുള്ളൂ. പിന്നെ ഇങ്ങനെ തല ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ചോറ് പോലും കഴിക്കുന്നത്. അത്രയ്ക്കും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. അപ്പം നമ്മൾ മാക്സിമം എന്താ പറയുന്നത്, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് ശരിയാക്കാനൊക്കെ ആയിരുന്നു നോക്കിയത്. ഇപ്പം ഇന്നുകൊണ്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വൈറൽ ഫീവർ ഉണ്ട്. പിന്നാണെങ്കിൽ വെള്ളത്തിന്റെ അംശം ശരീരത്തിൽ കുറവാണ്. അതുപോലെ തന്നെയാണെങ്കിൽ HP കുറവാണ്. പിന്നെ ESR കൂടുതലാണ്. ബാക്കിയുള്ള എല്ലാം ഇച്ചിരി കുറവാണ്. അപ്പം ഡോക്ടർ പറയുന്ന ചില വൈറൽ ഫീവർ ഇപ്പം വന്നതുകൊണ്ടായിരിക്കാം ഇത്രയും വേദനയും കാര്യങ്ങളും. പിന്നെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. വെള്ളം അതനുസരിച്ച് എത്തുന്നില്ല ശരീരത്തിലേക്ക്. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ HP കുറവാണ്. അപ്പം അതിന്റെയൊക്കെ ഒരു പ്രശ്നമായതുകൊണ്ടായിരിക്കാം ഇത്രയും ഹെവി ആയത് എന്ന് പറയുന്നത്. റൊമറ്റോയിഡിന്റെ പെയിൻ അല്ല സത്യം പറഞ്ഞ ഇപ്പം ഡോറയ്ക്ക് എടുക്കുന്നത്. റൊമറ്റോയിഡിന് വെച്ചാൽ ഡോറ പറയും, അല്ല, ആദ്യം വേദന വന്നപ്പോ അതാന്ന് വിചാരിച്ചോണ്ടാ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ അതിന്റെ കഷായം ഗുളികകളൊക്കെ കഴിച്ചിട്ടും കുറവൊന്നും ഇല്ലായിരുന്നു. ഒട്ടും നടക്കാൻ വയ്യ. ഒരു രാത്രി ഫുള്ള് കരച്ചിലായിരുന്നു. തിരിയാനും മറിയാനും പറ്റത്തില്ല. ഇച്ചാന് കാലിങ്ങനെ അടുപ്പിച്ച് വെക്കത്തില്ലാത്തോണ്ട് ഇച്ചാന് എടുക്കാനും പറ്റത്തില്ല. അവസാനം ബാക്കില് കൂടെ കഷത്തിന്റെ ഇതില് കൈ ഇട്ടിട്ട് തൂക്കിയെടുത്ത യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഇച്ചാൻ കൊണ്ടുപോയത് പാതിരാത്രിക്ക്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല. അതുപോലെ വേദന പൊട്ടിക്കരഞ്ഞായിരുന്നു കളഞ്ഞ്. ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം കരഞ്ഞോണ്ട് എഴുന്നേറ്റിരുന്ന് ഫീഡ് ചെയ്തിട്ട് ഇന്നലെ രാത്രി അതുപോലെ തന്നെ ഭയങ്കര വേദനയായിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പോലും എഴുന്നേക്കാൻ വെച്ചാൽ എനിക്ക് വയ്യ, ഭയങ്കര വേദനയാ എന്ന് പറഞ്ഞുകൊണ്ട് അവനല്ലാതെ ബോട്ടിലില് പാല കൊടുത്തത് ഇന്നലെ കുഞ്ഞിന്. അതുകൊണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ നടക്കാൻ പറ്റുന്നേ ഇല്ല. തളർന്നു പോയ പോലെ കാല്. വേദനയാണ് സഹിക്കാൻ പറ്റാത്ത, അത്രയ്ക്ക് വേദനയാ.
എന്താന്നറിയില്ല, ഭയങ്കര വേദന എന്നുവെച്ചാ നടക്കാനും ഇരിക്കാനും കിടക്കാനും കിടന്നിട്ട് തിരിയാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി പോയി. എന്തോന്ന് അറിയത്തില്ല. നമ്മള് വേദന സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാല് റുമറ്റോയിഡിന്റെ ആവും വിചാരിച്ച് നമ്മൾ റുമറ്റോയിഡ് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്. റുമറ്റോയിഡിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വേദന കുറയുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ വന്നപ്പോ ഞാൻ പഠിച്ച എനിക്ക് പനിക്കൊന്നും കൂടെ ഉണ്ട്. ഇനി റൊമറ്റോയിഡിന്റെ പനിയാണോ, അല്ലാതെ ഇപ്പൊ എല്ലാ സ്ഥലത്തും പനിയുടെ ഒക്കെ ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഞങ്ങക്ക് ഇതുണ്ട്. അങ്ങനെ ഇവിടെ തന്നെ ഇച്ചാൻ തന്നെ പനി നോക്കിയപ്പോ 102 പനി കാണിച്ചു. അപ്പത്തന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആയി. ഭയങ്കര ഒരു മഴയും പെയ്യും. അപ്പൊ മഴ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാന്നും പറഞ്ഞ് എടുത്തുകൊണ്ടാണ് എടുത്തു വെച്ചാൽ അതുപോലെ കരഞ്ഞോണ്ടാണ് ഞാൻ എടുക്കുമ്പോഴാണെങ്കിലും അവക്ക് പെയിനാ. തൂക്കിച്ചാ ഞാന് ഒരു ഈ ഈ ഇവിടെ ഈ കൈയുടെ ഇതിലെ കൂടെ ഈ കൈയുടെ ഇതിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ കേട്ടി ഇങ്ങനെ പൊക്കി എടുത്താണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ എടുത്തിട്ടാണ് കൊണ്ടുപോയി വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തിയത് ചേന്റെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ അറിയാലോ. ചിലപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്റെ പൊന്നെ, സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ കല്ലിന്റെ ഒരു ഇതില് ടയറ് കുടുങ്ങിയിട്ട് കരയിച്ചാൽ മാക്സിമം പതുക്കിയാ പോകുന്നത്. പക്ഷെ കല്ല് കാരണം നമുക്ക് വണ്ടി കൈ കൊടുത്താലേ മുന്നോട്ട് പോകണമല്ലോ. ഓരോ കല്ലിട്ട് ടയർ ഇങ്ങനെ പോകുമ്പോഴത്തേനും ശരിക്കും ഓടാനൊന്നും ഓർത്തില്ല. വാ പൊളിച്ച് ഞാൻ മെയിൻ റോഡിൽ എത്തിയപ്പോ നന്നായിട്ടൊന്ന് കരഞ്ഞു. റോഡിലോട്ട് കേറുന്ന അവിടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഹൈറ്റ് ഉള്ളിടത്ത് എത്തിയപ്പോഴേ ഡോറ നന്നായിട്ട് കരഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അതേപോലെ തന്നെ എടുത്ത് അകത്ത് കൊണ്ട് കിടത്തിയത്. അപ്പൊ തന്നെ ഇഞ്ചക്ഷനും മെഡിസിനും എല്ലാം ഡോക്ടർ നോക്കിയിട്ട് തന്നെ ട്രിപ്പ് ഇട്ടു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോ 103 ഇവിടെ 102.5. അപ്പൊ പിന്നെ അതുപോലെ തണുപ്പ്, അതുപോലെ ദേഹം ഫുള്ള് ചൂടായിരുന്നു. അപ്പത്തേനും ട്രിപ്പ് ഇടാൻ ഞങ്ങൾ തന്നെ പറഞ്ഞു ട്രിപ്പ് ഇടാൻ. എനിക്ക് ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പനി ഉള്ളത് ഇത്രയും കൂടി പനി ആയതുകൊണ്ട് സ്ലോയിലാ ട്രിപ്പ് ഇട്ടത്. അപ്പൊ വൈകുന്നേരമായി. മോനെ ഇവിടെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാ ഞങ്ങള് പോയത്. 7:30 അത്ര പനിയൊന്ന് ജസ്റ്റ് വിട്ട് വിയർത്ത് കഴിഞ്ഞപ്പോഴാണ് അവര് ജസ്റ്റ് ഒന്ന് സ്പീഡ് ആക്കി ഇട്ടത് ആ ട്രിപ്പ്. അതിനുശേഷമാണ് പിന്നെ വീട്ടിൽ പിന്നെ വന്നപ്പം കുഴപ്പമില്ല, നടന്നാട്ടോ വന്നേ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പെരക്കകത്തൊക്കെ പിന്നെ ഇവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും വേദനയില്ല. ഒരു വേദനയില്ല. ഞാൻ ഇല്ല, അടുക്കളയിൽ ജോലി കറി വെക്കാനൊക്കെ കൂടി അമ്മയുടെ അടുത്ത് അപ്പുറത്തൊക്കെ പോയി നടക്കും എല്ലാം ചെയ്ത്. മസ്റ്ററിങ്ങിന് പോയായിരുന്നു ഞാൻ ഇവിടെ മോളും കൂടെ. അത് അവിടെ പോയപ്പോഴും ഇറങ്ങിയതും കയറിയതും എല്ലാം നടന്നതെല്ലാം ഞാൻ പിടിക്കാൻ ഇല്ല, കുഴപ്പമില്ല, ഇപ്പൊ വേദനയില്ല, ഇപ്പൊ വേദന ഇല്ലെന്ന് പറഞ്ഞു. അതായത് പണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു, അത്രയും കയറിയതുള്ളൂ. പക്ഷെ അതിനുശേഷം ഇന്നലെ രാത്രി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ തൊണ്ടവേദന തുടങ്ങി. പിന്നെ അങ്ങനെ തൊണ്ടവേദന ഞാൻ വിഷയത്തോ ഓൾറെഡി നമുക്ക് മരുന്നുണ്ടായിരുന്നു. അതുപോലെ വേദനയും പനിയും വരുമ്പം കഴിക്കാനുള്ള എക്സ്ട്രാ മെഡിസിനും പാരാസിറ്റമോളൊക്കെ തന്നാ വിട്ടത്. അപ്പൊ അത് കഴിച്ചപ്പോ എന്റെ മൈൻഡിൽ രാത്രിയാകുമ്പത്തേനും അല്ലെ രാവിലെ ആകുമ്പത്തേനും വേദന മാറുന്ന. പക്ഷെ മാറിയില്ല. രാത്രി ഭയങ്കര വേദനയായിരുന്നു. അരക്ക് താപ്പോട്ട് തളർന്നു പോയാൽ എങ്ങനെ, അതുപോലെ ഞാൻ ഡോറയുടെ കാല് കാണിച്ചു തരാം. അതൊന്ന് അരക്ക് താപ്പോട്ട് തളർന്നു പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആയിപ്പോയി. ഈ തലയുടെ നീ മാറ്റുവാണ്, വേദന ഇല്ലാണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, മുട്ടുകളാണെങ്കിൽ മടങ്ങിപ്പോയി 2 മുട്ട് നിവരത്തില്ല, നടക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇങ്ങനെ ഇരിക്കുകയാണ് മുട്ട്. ഇതിന് മടങ്ങത്തുമില്ല നിവരത്തുമില്ല, ഈ രീതി ഇരിക്കുക. കാലിങ്ങനെ ഒരച്ചായിരുന്നു ഇടയ്ക്ക് നടന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം ഇവിടെ ഇടുക്കൊക്കെ ഉണ്ടല്ലോ, ഇടുക്കെല്ലാം ജോയിന്റ് ജാം ആയതുപോലെ ഇരിക്കുക. കാലനങ്ങത്തില്ല, അനക്കാൻ പറ്റാത്ത വേദന. നമ്മൾ അങ്ങനെ ആമവാദം ആയിരിക്കും വിചാരിച്ചത്, പക്ഷെ അത് ആമവാദത്തിന്റെ അല്ല, മറ്റെന്തോ ആണ്. അതുപോലെ ഇന്ന് ഞാനാണെങ്കിൽ ഇവിടെ മൂത്രം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നപ്പോ ഇവിടെ നടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 കൈയിലും പിടിച്ച് പയ്യൻ നടത്തിയാ കൊണ്ടുവന്നത്. നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചാല് ഒറ്റ കിടപ്പല്ലോ എടുത്തോണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ എനിക്ക് പറ്റത്തില്ല, എന്നെ എടുക്കണം എന്ന് പറയും. ഇല്ലെങ്കിൽ നോക്കട്ടെ എന്ന് ഞാൻ ട്രൈ ചെയ്യും. പറ്റത്തില്ലെങ്കിൽ മാത്രം
ഇച്ചായൻ എപ്പോഴും പറയും എടുക്കരുത്. ഞാൻ പറയും നോക്കട്ടെ, പറ്റത്തില്ലെങ്കിൽ മതിയെന്ന് ഞാൻ പറയും. അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുപ്പിക്കാറുള്ളൂ. അത് നടത്തി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ റൂമിന്റെ പടി അങ്ങോട്ട് കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ട്, ഇടുപ്പിന്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു കിടക്കോ എന്ന് പറഞ്ഞൊരു സൗണ്ട്. അത് എനിക്ക് നല്ലോണം കേൾക്കാൻ പറ്റി. അത്രയ്ക്കും ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അധികം പെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയില്ല. 3-4 ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ റൊമറ്റോയിഡ് സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഡോറയുടെ അവസ്ഥ ഇതാണ്, കണ്ടില്ലേ? കാലുകളൊന്നും മടങ്ങി ഇവരൊന്നും ചെയ്യത്തില്ല. നോർമലി അമ്മമാരെ വരുന്നവർക്ക് അങ്ങനെ ഇത് വരാറുണ്ട്. ഇതിപ്പോൾ ഡോറയ്ക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ, കിടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പില്ലോ എപ്പോഴും ഞാൻ വെച്ചിട്ട്, എന്നാലിപ്പോ ഇത്തിരി കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെങ്കിലും കിടക്കുന്നത്. അല്ലെങ്കിൽ പറ്റത്തില്ല, ഇതുപോലും പറ്റത്തില്ല, തിരിയാൻ ഒട്ടും പറ്റുന്നില്ല. പിന്നെ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ അവന് പാല് കൊടുക്കുന്ന ഗുളികയെല്ലാം കഴിക്കാനും പറ്റത്തില്ല. അവനും പാല് കൊടുക്കണ്ട, അവനും അവന്റെ സിറ്റുവേഷൻ. ഇപ്പൊ ഒരുപാട് ഗുളിക കഴിക്കുന്നുണ്ട്, ഒത്തിരി ഗുളിക ഇപ്പൊ കഴിക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തു, ഇന്ന് 2 വട്ടമാണ് പെയിൻ കില്ലർ എടുത്തത്. 2 തവണ ഇഞ്ചക്ഷൻ എടുത്തു. ആദ്യത്തെ വേദന ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാറാത്തത് കൊണ്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് മാറിയില്ല. കാരണം കാലെനിക്ക് അത്ര 3 സിസ്റ്റർമാര് ഇച്ചായനും കൂടിയാണ് എന്നെ. അത്രയ്ക്ക് എനിക്ക് വയ്യ, കാല് പൊന്തിച്ച് കട്ടിലോട്ട് എടുത്താൻ പറ്റത്തില്ല. അത്രയും ചെയ്തിട്ട് പോലും വേദന മാറാൻ പറ്റുന്നില്ല. ഇരുന്ന് കഴിഞ്ഞാല് കിടക്കാൻ പറ്റത്തില്ല. കിടന്നാല് കാല് വെളിയിലായിരിക്കും. കാല് അവർക്ക് തനിയെ എടുത്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് എടുത്ത് വെക്കാനും പറ്റത്തില്ല. നമുക്ക് പിടിച്ച് പൊക്കി വെക്കാനും പറ്റുന്നില്ല. കാരണം നമ്മൾ തുടർന്ന് നമുക്ക് വേദന എടുക്കുകയാണ്. എനിക്ക് തന്നെ വെക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഒരവസ്ഥയായി പോയി. ചിലപ്പോ നിങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും ഞാൻ വിചാരിച്ചത്. ഞാനായിട്ട് ഇപ്പോൾ ഇച്ചാൻ്റെ അടുത്ത് ചോദിച്ചാൽ, എനിക്ക് പണ്ട് അസുഖം വന്നപ്പോ ഇങ്ങനെയായിരുന്നു. അന്ന് അമ്മയായിരുന്നു കേട്ടോ, ഈ പറഞ്ഞ പോലെ ഇച്ചാൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു വന്നുകൊണ്ടിരുന്ന അമ്മയായിരുന്നു. അപ്പൊ അമ്മ വിളിച്ചപ്പോ പറയായിരുന്നു, ഓ ഇപ്പൊ ബിനോയി എല്ലാം ചെയ്യുന്നേ, ഞാനായിരുന്നു പണ്ട് ചെയ്തോണ്ടിരുന്നേ എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ വേദന കാണുമ്പോഴാണ് നമുക്ക് അതാണ് ഭയങ്കര കരച്ചിലും. ചില ഡോക്ടർമാര് കണ്ട്, നേഴ്സുമാര് കണ്ട്, എല്ലാരും കണ്ടു. ഞാൻ എന്നുവെച്ചാ അത്രയ്ക്ക് വേദന ഉണ്ടെങ്കിൽ, സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ മാത്രം ഞാൻ അത്തുപോയി. കാരണം ഒരു അനക്കം വരുമ്പോൾ എനിക്ക് വേദന എടുക്കും. ഇച്ചാന്റെ അടുത്ത് കരയുണ്ടടി, കരയണ്ട, സഹിക്കുന്നൊക്കെ പറഞ്ഞു. ആള് ദേഷ്യമൊക്കെ വന്നു കേട്ടോ. പറയാൻ പറ്റത്തില്ല. എനിക്ക് ദേഷ്യം വന്നതെന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിച്ചു. അപ്പം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഇപ്പം ഭയങ്കര പേടിയാണ്. സോറി 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 തട്ടിയാ പോലും ഞാൻ സോറി. അപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിച്ചു. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് വേദന ഉണ്ടല്ലോ. അപ്പം ഈ വഴിയുടെ അവസ്ഥയൊക്കെ ഇവർക്ക് അറിയുകയും ചെയ്യാം. അന്നേരം ഇവളാണെങ്കിൽ ഒരു തരത്തിൽ വരുന്നില്ല ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ വിളിച്ചിട്ട്. അപ്പം ഹോസ്പിറ്റലിൽ പോകാതിരുന്നു കഴിഞ്ഞാലും പെയിന് നന്നായി വേദന എടുക്കും എന്നുള്ളൊരു പേടി കാരണം, ഉൾഭയം എന്നുവെച്ചാല് വേദന എടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഉൾഭയം. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ആയി പോയപ്പോഴത്തെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയപ്പോഴത്തെ പിന്നെ പുള്ളിക്കാരി തളർന്നു പോയി, കുഞ്ഞിനെ നോക്കാൻ പറ്റാതെ ആകുമോ, എന്നുവെച്ചാൽ ഇനി ഇവള് കിടപ്പായി പോകും, ഇങ്ങനെയുള്ള ഉൾഭയം. എന്നുവെച്ചാല് ഒരു മനസ്സിന് ബലമില്ലാതായിക്കൊണ്ടിരിക്കുക ഇവക്ക്. അപ്പൊ ഞാൻ അതിന്റെ പേര് ദേഷിച്ചായിരുന്നു. അതിന്റെ പേര് ഞാൻ നല്ലോണം ദേഷിച്ച്, ഞാൻ നല്ലോണം വഴക്കിടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ പലരും പല രീതിയിലുള്ള കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ടല്ലോ ഡോറയെ കുറിച്ച് മോശമായിട്ട്. പുള്ളിക്കാരി ഇതൊക്കെ ഇവിടുന്നോണ്ട് ചിന്തിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് മൈൻഡ് നമ്മളുടെ അടുത്ത് ഇപ്പം പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും, ഇവിടെ ഇരുന്ന് തനിയെ ഇരുന്ന് അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ പറയാനായിട്ട്. അപ്പൊ അങ്ങനെ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിൽ എത്തി. നമ്മള് എന്താ പറയുക, നമുക്കൊരു വീട് വെക്കാൻ പറ്റില്ല, ഒരു ചെറിയ ഷെഡെങ്കിലും അടിക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതെല്ലാം ഇപ്പം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. കാരണം നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അറിയാലോ, ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസകൾ അറിയാണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. നമ്മള് സ്വരൂക്കുട്ടി വെക്കുന്നൊക്കെ, നമ്മൾ നേരത്തെ കുറച്ച് സ്വരൂക്കുട്ടി വെച്ചതെല്ലാം മോന് വേണ്ടിയിട്ട് കുറെ പോയി. ഇപ്പൊ വീണ്ടും അതുപോലെ
ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന എല്ലാം ഇതുപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയ ഷെഡ് അടിക്കണമെന്നായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ ആഗ്രഹം. എന്താ പറയുന്നത്, നമുക്കൊരു അടച്ചുറപ്പുള്ള ഒരു വീട്ടില് സുരക്ഷിതമായിട്ട് കിടക്കണം, പേടിയില്ലാതെ ഒരു ദിവസങ്ങളിൽ ഞങ്ങൾക്ക് രാത്രി ഉറങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിപ്പം സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിലപ്പം നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ടി വരും. ഞങ്ങൾ സഹായം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ചോദിക്കാതിരിക്കാന്ന് വെച്ചാൽ പലരുടെയും മോശപ്പെട്ട രീതിയിലുള്ള കമന്റ് വരും എന്നുള്ളൊരു പേടി കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളത് ചോദിക്കാത്തത്. പലരും സഹായം ചോദിക്കുമ്പോൾ അവരെയൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്ന പോലും നമ്മുടെ ഡോക്ടർ, നമ്മളിപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടർ ആണെങ്കിലും നമ്മളെ അറിയാവുന്ന കുറച്ച് ചേച്ചിമാരാണെങ്കിലും പറഞ്ഞായിരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് പറയും, നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവർ ചിലപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ചിലപ്പം നിങ്ങളുടെയൊക്കെ സഹായം ഞങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വേണ്ടി വരുമായിരിക്കും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ഡോറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുമെന്നറിയാം, എങ്കിലും ഒന്ന് പറയുകയാണ്. കാരണം അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് കാണുമ്പോഴേക്കും ബൈ.